ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക വെച്ചിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അതിനടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 10 ചക്കച്ചുള കുരു കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചക്ക ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് വെള്ളം ഒന്നൊരല്പം വറ്റിയ ശേഷം ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരല്പം ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പാലിന് പകരമായിട്ട് പാൽപ്പൊടി കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ റവ ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കി കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കഷ്ണങ്ങൾ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി. ഇതുപോലെ ഒരു പരുവാവുന്നവരെ കുഴച്ചെടുക്കുക. ഇനി ഇതിന്ന് ഒരല്പം എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റുക. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾ മതി. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ ബോൾസും ഒന്ന് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഇതിലൊന്ന് മുക്കി വെക്കുക. ഇപ്പോൾ ഇവിടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഇതുപോലുള്ള പുതിയ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.